അർജുൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അങ്കോലയിൽ വെച്ച് അപ്രതീക്ഷിതമായ അപകടത്തിൽപ്പെടുകയാണ്. നോക്കൂ നിങ്ങൾ, അവരുടെ വിധിയാണ് അവിടെ വെച്ച് വണ്ടി വെച്ച് കിടന്നുറങ്ങുന്നത്. ചെറുക്കളയിലൊക്കെ ഉള്ള പല ആളുകളും ആ തട്ടുകടയിൽ നിന്ന് ചായ കുടിക്കാറുണ്ടെന്ന് പറഞ്ഞു. ഗോവയിൽ നിന്ന് വരുമ്പോൾ ആ തട്ടുകടയിൽ ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് പലരും വരാറുള്ളത്. അന്നത്തെ വിധി അർജുൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനായിരുന്നു. കേരളക്കാരെ പോലെ മലയാളികളെ പോലെ ഒരു സ്റ്റേറ്റും ഒരു സംസ്ഥാനവും ആവൂല എന്നതിൻ്റെ വ്യക്തമായ അടയാളമാണ് ഈ സംഭവങ്ങളൊക്കെ. നോക്കൂ നിങ്ങൾ, കോവിഡ് എന്ന് പറയുന്ന മഹാമാരി, വലിയൊരു വിപത്ത് എന്താണ് എന്ന് പോലും അറിയാതെ ചൈനയിലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ആളുകൾ ഇങ്ങനെ മരിച്ചു വീഴുന്ന ആ രംഗം കണ്ട് നമ്മുടെ നാട്ടിലേക്കും കോവിഡ് വന്നപ്പോൾ ഭയന്ന് വിറച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഫ്ലൈറ്റ് ദുരന്തമുണ്ടാവുന്നത്. കോവിഡ് വന്ന് ഞാൻ മരിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിയമപാലകരെക്കാളും മുമ്പ് അവിടേക്ക് ചാടി ചെന്നിട്ട് അപകടത്തിൽപ്പെട്ട ആളുകളെ അപകടത്തിൽ നിന്ന് കോവിഡ് എന്ന് പറയുന്ന ഈ വിപത്തിനെ അവഗണിച്ച് കളഞ്ഞുകൊണ്ട് അവിടെ അപകടത്തിൽപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്തിയത് മലയാളികളാണ്. മലയാളികൾക്കുള്ളൊരു സംഘടിത ശക്തിയുണ്ട്. മലയാളികളൊരു ജീവന് നൽകുന്ന വിലയുണ്ട്. പല സംസ്ഥാനങ്ങളിലും മനുഷ്യന്റെ ജീവന വിലയില്ലെന്നാണ്. അതൊരു ലോറിയുടെ ഡ്രൈവറല്ലേ എന്നാ ചോദിച്ചത്. അതൊരു ലോറിയുടെ ഡ്രൈവറല്ലേ? അതെന്ത് ചോദ്യ? ഇവിടെ ഒരു അപകടം ഉണ്ടായാൽ മതം നോക്കാറില്ല, വർഗീയത പറയാറില്ല. എത്ര വലിയ വർഗീയത പറഞ്ഞവരും അപകടമുണ്ടാകുമ്പോൾ ചാടിച്ചെന്ന് സഹായിക്കുന്ന, ശരീരം പണയം വെച്ച് പണിയെടുക്കുന്ന ആളുകളാണ്. എവിടെ നിന്ന് കിട്ടും? അതുകൊണ്ട് തന്നെയാണ് ഖൈറുള്ള, അള്ളാഹുവിന്റെ ഖൈറുള്ള നാടായി, ഗോഡ്സ് ഓൺ കൺട്രി എന്ന് ഈ നാടിന് നമ്മൾ പറയുന്നത്.